പുനലൂർ ശ്രീരാമവർമ്മപുരം ചന്തയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടുത്തയാഴ്ച മുതൽ ആരംഭിക്കും. ഇതിനു മുന്നോടിയായി തീരദേശ വികസന കോർപ്പറേഷൻ അധികൃതരും കരാറുകാരും ചന്ത സന്ദർശിച്ചു. പഴയ കെട്ടിടങ്ങൾ ഒരാഴ്ചയ്ക്കകം പൊളിച്ചു നീക്കി നിർമ്മാണം ആരംഭിക്കാൻ നിർദ്ദേശം നൽകി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ IG ഷിലു, അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിനയചന്ദ്രൻ, കരാറുകാരനായ VPM കൺസ്ട്രക്ഷൻസിന്റെ അധികൃതർ എന്നിവരാണ് പുനലൂർ ശ്രീരാമവർമ്മപുരം ചന്ത സന്ദർശിച്ചത്. പഴയ കെട്ടിടങ്ങൾ ഒരാഴ്ചയ്ക്കകം പൊളിച്ചു നീക്കി നിർമ്മാണം ആരംഭിക്കാൻ നിർദ്ദേശം നൽകി. കെട്ടിടങ്ങൾ ബുധനാഴ്ച പൊളിച്ചു തുടങ്ങും. ചെറുതും വലുതുമായ 10 കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കേണ്ടത്. പൊളിക്കുന്നതിന് മുന്നോടിയായി ഇവിടെ നിന്ന് മാലിന്യം നീക്കാമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇവിടെയുണ്ടായിരുന്ന ചെറിയ കടകൾ നേരത്തെ നഗരസഭയുടെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കിയിരുന്നു. പഴയ കെട്ടിടങ്ങളിലെ കടമുറികൾ ഒഴിയാൻ ഏതാനും വ്യാപാരികൾ വിസമ്മതിച്ചതാണ് പ്രവൃത്തി ഇത്രയും വൈകിച്ചത്. ഞങ്ങളങ്ങനെ വ്യാക്കം മാറ്റി പറയുന്നത് ഞങ്ങൾ ഉറപ്പാണ് പറയുന്നത്. കരണ്ടൂടെ തരണം. അടുത്ത തിങ്കളാഴ്ച വരുമ്പോൾ നിങ്ങൾക്ക് പൊളിക്കാം. അടുത്ത നിങ്ങളുടെ വർക്കിംഗ് ഡേ അടുത്ത തിങ്കളാഴ്ച. ശനിയാഴ്ച 5ആണ്. സൺഡേ ഇല്ല. നിങ്ങൾ തിങ്കളാഴ്ച വർക്കിംഗ് ഡേയിൽ വേണം മാഡം നോക്കും. ഞങ്ങൾ ആരും കാണാം. കെട്ടിടം പൊളിക്കാൻ നേരത്തെ പലതവണ തുനിഞ്ഞെങ്കിലും വ്യാപാരികളുടെ എതിർപ്പ് മൂലം കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ കടയൊഴിയാൻ നഗരസഭാ അധികൃതർ വ്യാപാരികൾക്ക് കഴിഞ്ഞ 5-ാം തീയതി വരെ സമയം നൽകി. തുടർന്ന് കടകളിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച 5.65 കോടി രൂപ വിനിയോഗിച്ചാണ് നവീകരണം. 21,000 ചതുരശ്ര അടിയിൽ നൂതന സംവിധാനങ്ങളോടെയാണ് പുനരുദ്ധാരണം. 2025 ഡിസംബർ 31-നാണ് നിർമ്മാണം പൂർത്തിയാക്കാനുള്ള കാലാവധി. കെട്ടിടം പൊളിക്കൽ പൂർത്തിയാകുന്ന മുറയ്ക്ക് അടുത്തയാഴ്ചയോടെ നിർമ്മാണം ആരംഭിക്കുമെന്നും നിശ്ചയിച്ച കാലാവധിക്കുള്ളിൽ തന്നെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും കോർപ്പറേഷൻ അധികൃതർ പറഞ്ഞു. ഇവിടുത്തെ കച്ചവടക്കാരുമായിട്ട് സംസാരിക്കുകയും ബഹുമാനപ്പെട്ട ചെയർപേഴ്സണായിട്ട് സംസാരിക്കുകയും അതിനുള്ള പരിഹാരം കാണുകയും ചെയ്തിട്ടുള്ളതാണ്. പകരം സംവിധാനം ഒരുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. നഗരസഭ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടവും പകരം ഷെഡ് കെട്ടുന്നതിനുള്ള സൗകര്യം അറിയിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഞാൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ വന്ന് ഇവർക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു 3 ദിവസത്തിനകം മാറണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ മഴ ആയതുകൊണ്ട് വീണ്ടും 1 മാസം സമയം കൊടുത്തു. 24 മണിക്കൂറിനകം മാറണമെന്ന് കാണിച്ച് വീണ്ടും നോട്ടീസ് കൊടുത്തു. പക്ഷേ ഇതുവരെയും ഈ കച്ചവടക്കാർ ഇവിടുന്ന് മാറാൻ തയ്യാറായിട്ടില്ല. ഈ ഫെബ്രുവരിയോടുകൂടി നഗരസഭയുമായിട്ട് വെച്ച എഗ്രിമെൻറ്റിൻ്റെ കാലാവധിയും അവസാനിച്ചിട്ടുണ്ട്. ഈ ഫെബ്രുവരിക്ക് ശേഷം നഗരസഭയിൽ എഗ്രിമെൻറ്റ് വെച്ചിട്ടില്ല, വാടക അടയ്ക്കുന്നില്ല. അപ്പോൾ ഏത് നിമിഷം അവരെ ഒഴിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതേസമയം പുനലൂരിനൊപ്പം നടപടികൾ ആരംഭിച്ച അഞ്ചലിലും കൊട്ടാരക്കരയിലും മാസങ്ങളായി നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.